ഷെമീന, നിന്റെ ഇക്കയല്ലേ പറയുന്നത് നിന്റെ മോള് കല്യാണത്തിന് സമ്മതം കൊടുക്കണം ഉപ്പാക്ക്. എത്ര കാലാന്ന് വെച്ചാ നീ ഒറ്റയ്ക്ക്? ഇക്കാക്ക, അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ, നിന്റെ കൂടെ സലീമിക്കയും മോളുണ്ടല്ലോ. ഷെമീന, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ നീ? ഷമീറിന്റെ വാക്കുകൾ ഒരു തേങ്ങലയിൽ മുറിഞ്ഞുപോയി. നിന്റെ സലീമിക്ക മരിച്ചിട്ടില്ല, എന്നോടൊപ്പം തന്നെയുണ്ട്, നിന്റെ കൽബിൽ ജീവനോടെയുണ്ട്. ഞങ്ങൾ വേർപിരിക്കല്ലേ. തന്റെ പുന്നാരപ്പെങ്ങളുടെ ഫോണിലൂടെയുള്ള കരച്ചിൽ കേട്ട് ഷമീറിന്റെ ചങ്ക് പൊടിഞ്ഞു, കണ്ണ് നിറഞ്ഞു തൂവി. എന്റെ മോൾക്ക്, അവൾക്കറിയില്ല അവളുടെ ഉപ്പച്ചി ഗൾഫിൽ വെച്ച് മരിച്ചെന്ന്. ഉപ്പച്ചി കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരുമെന്ന് അവൾ കരുതുന്നു, കാത്തിരിക്കുന്നു. അതുപോലെ ഞാനും കാത്തിരുന്നോളാം. ആ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നോളാം. എന്റെ മരണത്തോളം എന്തെങ്കിലും തിരിച്ചു എന്ന് കരുതി ഞാനും എന്റെ സലീമിക്കാന്റെ ഓർമ്മകൾ ജീവിച്ചോളാം. വർത്താനം പറയണേ? അല്ല മുത്തോളെ, മാമയോടാണ്. ഇപ്പച്ചി നൈസറി പോയപ്പോ വിളിച്ചീന്, ഇനി നാളെ വിളിച്ചോളൂ. ഈ ഇപ്പച്ചി എന്നും ഞാൻ ഉറങ്ങുമ്പോഴോ നൈസറി പോകുമ്പോഴോ വിളിച്ചോളൂ. ഇപ്പച്ചിനോട് ഞാൻ മുണ്ടൂല. ഫോണിലൂടെയുള്ള മോളുടെ കെറിവിച്ചുള്ള സംസാരം കേട്ട് ഷമീർ നെഞ്ചുപൊട്ടി വിതുമ്പിക്കരഞ്ഞു. ഷമീന, നീ മുത്തോടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ഇന്ന മുത്തോളെ, ഷമി മാമൻ എന്നെ വിളിച്ചണോ? ഷമി മാമ, അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം മുത്തോളെ. എന്തൊക്കെയാ എന്റെ വർത്താനം? നല്ല വർത്താനാണ് മാമ. ഈ മെച്ചി എന്തിനാന്ന് വിളിച്ചേ? നിങ്ങള് ചീത്ത പറഞ്ഞു മെച്ചീനെ? അത് ഉമ്മച്ചിന്റെ കണ്ണിലെന്തോ വീണതാണ്, അല്ലാതെ നിലവിളിച്ചതല്ല കേട്ടോ മുത്തോളെ. ഞാൻ വരുമ്പോ മുത്തോൾക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഇച്ചൊന്നും വേണ്ട മാമ, നിങ്ങൾ വരുമ്പോ ഇപ്പച്ചിനെയും കൊണ്ടുവരോണ്ടിട്ടോ. എനിക്ക് എന്റെ ഇപ്പച്ചിനെ കാണാൻ പൂതിയായി. അതും കൂടി കേട്ടതും ഒന്നും പറയാനാവാതെ, ഇരമ്പി വന്ന കണ്ണീരിനെ തടഞ്ഞു നിർത്താനാവാതെ, വിറകൊള്ളുന്ന ചുണ്ടുകളെ പിടിച്ചു കെട്ടാനാവാതെ ഷമീർ ഫോൺ പൊത്തിപ്പിടിച്ച് തലയിണയിൽ മുഖമമർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൽ ഷമീറിന്റെ മനസ്സിലൂടെ തന്റെ പ്രിയ സഖിയുടെയും പുന്നാരമോന്റെയും മുഖങ്ങൾ തെളിഞ്ഞു വന്നു. അവൻ എണീറ്റ് ഡ്രസ്സ് മാറി നേരെ അടുത്തുള്ള ട്രാവൽസിലേക്ക് പോയി, നാട്ടിലേക്കൊരു ടിക്കറ്റ് എടുക്കാൻ. പോകുന്ന വഴിക്ക് കഫീലിന് ഫോൺ വിളിച്ചു പറഞ്ഞു, ജീവിതത്തിൽ നിന്നും എക്സിറ്റ് അടിക്കും മുമ്പ് ജീവിക്കാൻ പാസ്പോർട്ടിന്റെ എക്സിറ്റ് അടിക്കാൻ. രചന റാഫി മംഗള, അവതരണം ഷാഹുൽ മറിൽ, സ്റ്റുഡിയോ എക്കോസ്റ്റ ആഡ് സിറ്റി, പാണ്ടിക്കാട്, തമ്പാനങ്ങാടി. ഫീഡ്ബാക്ക് 9544641374.